ഭയം ജനിപ്പിക്കാതെ എങ്ങനെ അച്ചടക്കമുണ്ടാക്കാം? അങ്ങനെ ഭയം ജനിപ്പിച്ചുകൊണ്ട് അച്ചടക്കമുണ്ടാക്കും. ഇങ്ങനെ ഭയം ജനിപ്പിച്ചുകൊണ്ട് അച്ചടക്കമുണ്ടാക്കിയാലുള്ള ഗുണവും ദോഷവും എന്താണ്? അങ്ങനെ പേടിപ്പെടുത്തി അച്ചടക്കമുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടികൾ ഡിസിപ്ലിൻഡായി എന്നൊരു ധാരണ നമുക്ക് വരും. പക്ഷേ ആ ഭയപ്പെടുത്തുന്ന സാഹചര്യമോ ഭയപ്പെടുത്തുന്ന ആളോ എപ്പോൾ അവിടെ നിന്ന് മാറുന്നോ അതോടുകൂടി അവിടെ അച്ചടക്കമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അച്ചടക്കം ഭയം ജനിപ്പിക്കാതെ എങ്ങനെ അച്ചടക്കമുണ്ടാക്കാം? അതിന് രണ്ടാമത്തെ മെത്തേഡാണ് സ്നേഹം കൊടുത്തുകൊണ്ട് കുട്ടികളിൽ അച്ചടക്കമുണ്ടാക്കാം. സ്നേഹം കൊടുത്തുകൊണ്ട് ആണ് ഞങ്ങൾ സ്കൂൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അച്ചടക്കമുണ്ടാക്കിയത്. അവിടെ സ്നേഹം കൊടുത്തത് കൊണ്ട് തന്നെ സ്നേഹം കൊടുക്കുന്ന സമയം ആളവിടെ ഉണ്ടെങ്കിലും അവിടെ ഇല്ലെങ്കിലും കുട്ടികൾ സെൽഫ് ഡിസിപ്ലിൻഡായി മാറുന്നു. അങ്ങനെ സെൽഫ് ഡിസിപ്ലിൻഡായ ഒരു സ്കൂളായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ 20 വർഷങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു, അവർക്ക് ഒരുപാട് അനുവാദങ്ങളുണ്ടായിരുന്നു, പെർമിഷൻസ് ഉണ്ടായിരുന്നു. ഈ അനുവാദങ്ങൾ കൊടുക്കാനും ആ അനുവാദങ്ങൾക്കനുസരിച്ചുകൊണ്ട് കുട്ടികൾക്ക് വളരാനുമുള്ള ഒരു അന്തരീക്ഷം അവിടെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ തോക്ക് ചൂണ്ടി ഭയപ്പെടുത്തി അച്ചടക്കമുണ്ടാക്കുന്ന ഏതൊരു ക്യാമ്പസിനേക്കാളും നല്ല രൂപത്തിൽ തന്നെ ഞങ്ങളുടെ ക്യാമ്പസിൽ കുട്ടികൾക്ക് അച്ചടക്കത്തോടു കൂടി പെരുമാറുകയും അതോടൊപ്പം അവർ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.